ചെയ്തിട്ട് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ലേ? മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ലോണം വിസിബിൾ ആവുകയും നമ്മുടെ നെറ്റ് നല്ലോണം കയറുകയും ചെയ്യും. അത് മാത്രമല്ല മുടിയുടെ അടിയിൽ നല്ലോണം സ്പ്ലിറ്റ്നെസ് ഒക്കെ വന്ന് നേരത്തെ ചകിരി പോലെ ഇരിക്കുന്ന മുടിയെന്നൊക്കെ ആൾക്കാർ കളിയാക്കാനൊക്കെ തുടങ്ങുകയും ചെയ്യും. അത് മാത്രമല്ല ഡാൻഡ്രഫും പെൻഷനും ഇതെല്ലാം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വന്നിട്ട്. മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നമ്മുടെ മുടി ഇരട്ടിയായിട്ട് വളരാനും നമ്മുടെ ഡാൻഡ്രഫൊക്കെ പോക്കാനും നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഹോം മെയ്ഡ് പാക്കാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. എന്നാലേ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ട് ചണവിത്ത് നമ്മുടെ ഫ്ലാക്സ് സീഡ്. നമുക്കിത് അങ്ങാടി കടയിൽ കിട്ടും, അല്ലാണ്ട് ഷോപ്സിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. അത് മാത്രമല്ല നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഐറ്റമാണ്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ജെല്ലിനുള്ള കുറച്ച് സീഡ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കാം. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടതിനകത്ത് അവർ ഡയറക്റ്റ് വെള്ളത്തിലിട്ട് അങ്ങ് തിളപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ കുറച്ചൊരു കുതിരാൻ വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് തിളപ്പിച്ച് നോക്കിയാൽ നമുക്ക് ആ ഒരു ജെല്ല് നല്ലോണം കിട്ടും ചെയ്യും. ഞാൻ ഇതിന് മുന്നേ ആദ്യമൊക്കെ ഞാനും അതേ കണക്ക് ഡയറക്റ്റ് കുറച്ച് വെള്ളം എടുത്ത് വെക്കുക, അപ്പോഴത്തേക്ക് ഗ്യാസിൻ്റെ വെച്ച് നമ്മൾ നല്ലോണം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പോൾ വലിയൊരു ജെല്ലോ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ഒരു മെത്തേഡിൽ നിങ്ങളത് ചെയ്ത് നോക്കി അത്യാവശ്യം നല്ലോണം ജെല്ല് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ഒരിക്കലും നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കാൻ നിൽക്കല്ല, ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചാൽ മതി. അതാകുമ്പോൾ അത്യാവശ്യം നല്ലോണം നമുക്ക് ആ ജെല്ല് ഇറങ്ങി കിട്ടാനൊക്കെ കിട്ടും ചേട്ടോ. അപ്പോൾ അതിൻ്റെ ജെല്ലാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ചണവിത്താണ്. പിന്നെ നമുക്ക് അടുത്തയായിട്ട് വരുന്നത് ഉള്ളിയാണ്. നിങ്ങൾ കുഞ്ഞുള്ളി എടുക്കാൻ നോക്കുക. സവാളയെക്കാട്ടി ഒന്നും കൂടെ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് കുഞ്ഞുള്ളിയാണെന്ന് എൻ്റെ കുറേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ മാക്സിമം കുറച്ച് കുഞ്ഞുള്ളി എടുക്കാം. അതിനുശേഷം നമ്മുടെ കുഞ്ഞുള്ളി നല്ലോണം മിക്സിക്കകത്തിട്ട് അരച്ച് അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് അങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുക്കാം, അല്ലെങ്കിൽ അരിപ്പ വെച്ചിട്ട് പിഴിഞ്ഞ് നീരെടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്നതിനോട് കൈ വെച്ചിട്ട് പിഴിഞ്ഞ് അങ്ങനെ എടുത്താലും മതി. അതായാലും കുഴപ്പമില്ലല്ലോ, നമ്മൾ കഴുകിക്കളയുമ്പോൾ പോകും. പിന്നെ ഇപ്പം ഉള്ളിയുടെ സ്മെല്ല് ഒട്ടും പറ്റത്തില്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു എസൻഷ്യൽ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഉള്ളിയുടെ നീരിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം എപ്പോഴും പറഞ്ഞതിൻ്റെ തൊട്ട് കുഞ്ഞുള്ളി എടുക്കാൻ നോക്കണം. കുഞ്ഞുള്ളിയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സവാളയെക്കാട്ടിലും അടിപൊളി റിസൾട്ട് തരുന്നൊരു ഐറ്റം. ഈ രണ്ട് ഐറ്റമാണ് നമ്മുടെ മെയിൻ താരം തന്നെ വന്നിട്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതല്ലാതെ ഈ ഫ്ലാക്സീഡും നമ്മുടെ ഉള്ളിനീരുമാണ് വേണ്ടുന്നത്. ഇനി ഞാൻ ഇതെങ്ങനെ മിക്സ് ആക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫ്ലാക്സീഡിൻ്റെ ജെല്ലാണെങ്കിൽ അപ്പം തന്നെ ചൂട് ജസ്റ്റ് നല്ലോണം തിളച്ച് വരുമ്പോഴേക്കും ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ച് ആ ജെല്ലങ്ങ് എടുക്കാം. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ തുണി വെച്ചിട്ടാണ് ജെല്ലെടുക്കുന്നത്. അതെനിക്കൊട്ടും വർക്കിംഗ് ആയില്ല. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തിളച്ച് കഴിയുമ്പം അപ്പം തന്നെ നമ്മുടെ മറ്റേ ചായക്കൊക്കെ എടുക്കുന്ന അരിപ്പില്ല, അത് വെച്ചിട്ട് അരിച്ച് അതിൻ്റെ ജെല്ലിങ് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം അത് ആറ്റാൻ വെക്കും. ആറ്റി നല്ലോണം ആറിയതിന് ശേഷം വേണം നമ്മൾ ഉള്ളിനീര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ചൂടോടുകൂടി ആഡ് ചെയ്യാൻ നിൽക്കല്ലേ, നല്ലവണ്ണം ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മുടെ തലയിൽ പുരട്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി വെച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ എനിക്കൊന്നുകൂടെ വർക്കിംഗ് ആയത് മറ്റൊരു മെത്തേഡാണ്, മീൻസ് ഡയറക്റ്റ് അപ്പം തന്നെ അരിപ്പ് വെച്ച് അരിക്കുന്നതാണ് കേട്ടോ. അതിനനുസരിച്ച് നമ്മുടെ ഉള്ളിനീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ടാണ്ട് ഇതേ കണക്ക് മിക്സ് ആക്കാൻ നിൽക്കലാണ്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ ചരിച്ച് വെച്ചിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ആക്കണം. അപ്പോഴാകുമ്പോൾ ഈ ജെല്ലായതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ആക്കി കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മളിങ്ങനെ ചരിച്ച് വെച്ചിട്ട് മിക്സ് ആക്കുമ്പം വേഗം ഈസി ആയിട്ട് നമുക്ക് മിക്സ് ആക്കി കിട്ടും. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമ്മുടെ ഫ്ലാക്സീഡ് വാങ്ങാൻ കിട്ടുന്നതാണ്. എന്തായാലും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് വെക്കും. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്യാവശ്യം കുറേ നാളായി. എനിക്ക് ഒരു ഫുൾ വലിയ പാത്രത്തിലുള്ള ഫ്ലാക്സീഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ തീർന്ന് ഓൾമോസ്റ്റ് ഇപ്പോൾ തീരാറായി. ഇനിയിപ്പോൾ എനിക്ക് അടുത്തത് ഓർഡർ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിനുശേഷം നമ്മുടെ പാക്കൊക്കെ റെഡിയാക്കിയതിന് ശേഷം മുടി നല്ലോണം ജടയൊക്കെ എടുത്തിട്ട് ഇതേ കണക്ക് ഓരോ നമുക്ക് സ്കാൽപ്പിലോട്ട് നമുക്കിങ്ങനെ പുരട്ടി കൊടുക്കാം. അല്ലാണ്ട് മൊത്തത്തിൽ എടുത്ത് പുരട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്, നമ്മൾ ഒരിക്കലും എന്തെങ്കിലും ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പാക്ക്, ലൈക്ക് നമ്മൾ ഹെയർ ഗ്രോത്തിനായാലും ഡാൻഡ്രഫിനൊക്കെ ആയാലും അപ്ലൈ ചെയ്യുന്ന പാക്ക് നമ്മൾ ഡയറക്റ്റ് ഇതേ കണക്ക് കുഞ്ഞു സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ദെൻ അതിന് ശേഷം മാത്രമേ നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാവും. ഈ ഫ്ലാക്സ് സീഡിനകത്ത് omega-3 ഫാറ്റി ആസിഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ഹെയറിന് ഡ്രൈനെസ്, ഫ്രിസിനെസ്, സ്പ്ലിറ്റ്നെസ് ഒക്കെ പോകാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. അത് മാത്രമല്ല നമ്മുടെ മുടിക്കായ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ല, അതൊക്കെ പോകാൻ വേണ്ടി അടിപൊളിയായിട്ട് സഹായിക്കുന്നതായിട്ടാണ് ഫ്ലാക്സ് സീഡ് വന്നിട്ട്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഉള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്ലാക്സ് സീഡ് മാത്രമായാലും നമ്മുടെ തലയിൽ പുരട്ടുന്നത് നല്ലതാണ്. പിന്നെ പെട്ടെന്ന് പനി, ചുമ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഒരു പാക്ക് ഒരു 20 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അല്ലാണ്ട് കുഴപ്പമില്ലാത്തൊക്കെ ആൾക്കാരാണെങ്കിൽ ഒരു 30-35 മുക്കാൽ മണിക്കൂറൊക്കെ നമുക്ക് വെക്കുന്നതാണ്. ഏകദേശം നിങ്ങൾക്ക് എത്ര പറ്റുന്നതെന്ന് വെച്ചാൽ മാക്സിമം ഒരു 3/4 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ
സ്കാൽപ്പിൽ നല്ലോണം പുരട്ടി കൊടുക്കാം. പിന്നെ നമ്മുടെ ഉള്ളി ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, ഉള്ളിക്ക് സൾഫർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കായ, ഡാൻഡ്രഫ്, പേൻ ശല്യമൊക്കെ പോകാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് സഹായിക്കുന്നതാണ്. ഒരു 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾ യൂസ് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം പറയാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ളിയുടെയും നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡിൻ്റെ തണുപ്പൊക്കെ അടിച്ച് അവർക്ക് പനി വരുമോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3ാമത്തെ വീഡിയോ ആണ് ഇത് വന്നിട്ട്. 1ാമത്തെ 2ാമത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ നമ്മളൊരു ഹെയർ കെയർ വീഡിയോ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ കെയർ മാത്രമല്ല സ്കിൻ കെയർ, ലിപ് കെയർ, അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഉറപ്പാട് യൂസ്ഫുൾ ആവുന്നതാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ ഗീവ് അവേയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ID നമ്മുടെ പോപ്പ് പോലെ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കും. നമ്മൾ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഹെയറിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ജെല്ലായതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടാണ്, അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞു സെക്ഷൻ എടുത്തിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കണം. ഞാനിവിടെ മുകളിൽ ഒരു റൂമിൽ ഇരുന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ആ റൂമിൽ ടൈലായതുകൊണ്ട് തന്നെ ഞാൻ മുടിയിൽ ഇവിടെ റൂമിലിരുന്നിട്ട് വലുതായിട്ട് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഇത് ജെല്ല് തറയെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ടൈലിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മൾ നടക്കുമ്പം നല്ലോണം തെന്നി അടിച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ മാക്സിമം ഈ മണ്ണുള്ള തറയിൽ മുറ്റത്തൊക്കെ നിന്നിട്ട് വേണം ഇതുപോലത്തെ ജെല്ലൊക്കെ അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റ് 3/4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. എക്സ്ട്രാ ഷാമ്പു അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായാലും വീക്ക്ലി ഒരു 2 or 3 ടൈംസ് എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പാണ് റിസൾട്ട് കിട്ടും. ബൈ.